എൻട്രി ചെയ്തപ്പോ തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര ഹലോ ഞങ്ങളിപ്പോ എവിടെയാണെന്ന് അറിയോ? അറിഞ്ഞിണ്ടാവൂലേ അല്ലേ? ഫോഗ് കാണുമ്പോഴേ അറിഞ്ഞൂടെ ഊട്ടിക്ക് പോണേന്ന് അല്ലേ? നല്ലൊരു അടിപൊളി സ്ഥലത്തിപ്പോ നമ്മളെ നിർത്തിയിട്ടേക്കാണ്. അടിപൊളി കാലാവസ്ഥ. ഊട്ടിയിലെത്തുമ്പോ ഊട്ടി എത്ര കണ്ടാലും മതിയാവൂല എന്ന് പറഞ്ഞ റൈസാണ്. പ്രത്യേകിച്ച് വെതർ എൻജോയ് ചെയ്യാൻ. മഴ പൊടിയിലുണ്ട് കേട്ടോ ചെറുതായിട്ട്. ഇപ്പൊ നമ്മളൊരു ഷോർട്ട് വെക്കേഷൻ ആയിട്ട് ഊട്ടിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഈ തിച്ചുട്ടൻ ഞാനിതിങ്ങനെ അടിച്ചു മാറ്റാൻ എന്താ വഴിയെന്ന് ആലോചിച്ചിട്ടാണ് പറിച്ചുകൊണ്ട് പോകാനായിട്ട്. നല്ല ഭംഗി അടിപൊളി. പോയപ്പോ അവിടെ നല്ല ക്ലിയർ ആയി. ഫുൾ തൈലത്തോട്ടാട്ടോ. കോത്തഗിരി മെട്ടപ്പാളയം കോത്തഗിരി റൂട്ട്. മറ്റേ റൂട്ട് ഭയങ്കര ബ്ലോക്കാ. കോണൂർ റൂട്ട് ഈ വഴി പോകുന്നു. നല്ല രസമുണ്ടല്ലേ ഒന്ന് ചേർന്ന്. നല്ല വെതർ അല്ലേ? നല്ല ഓക്സിജൻ അല്ലേ? എന്താ രസം. ഓക്സിജൻ ഒക്കെ വേറെ പൊട്ട് സ്മെല്ലോ ഒന്നുമില്ല. നല്ല ഫ്രഷ് മൂക്കൊക്കെ ഓപ്പണായി വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല തണുപ്പായി. ആ ഇവിടെ കുറച്ച് തുമ്പുണ്ടല്ലോ അല്ലേ? തുമ്പ കൂടാണ്ട് എന്താ നിന്റെ കയ്യില്? അതും കൂടി കാണിച്ചു കൊടുക്ക്. മനസ്സിലായോ? ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പൊ കണ്ടതൊന്ന് മുള്ളമ്പന്നിയുടെ മുള്ളുകൾ ഇവിടെ കുറെ കിടക്കുന്നുണ്ട്. നിലത്തൊക്കെ കിടക്കുന്നുണ്ട്. എന്തൊരു തുമ്പ അവിടെ കയ്യില് വെച്ചാ നോക്കട്ടെ. ഭയങ്കര ഷാപ്പാ. ഓ ബലമുണ്ട്. ഹോട്ടലിലേക്ക് എത്തിയിട്ടില്ല. ഇതാരാ മൂടി പൊതിച്ചിരിക്കുന്ന ആളെ? ഇതാരാന്നറിയോ? ജാക്കറ്റൊക്കെ ലഗേജിന്റെ ഉള്ള ഇച്ചു കിട്ടുന്ന തണുത്ത് തുടങ്ങി. ഇവിടെ നല്ല സൂപ്പർ ഫോഗ് കേട്ടോ. ഫോഗ് എന്ന് പറഞ്ഞാ രക്ഷയില്ല. നല്ല അടിപൊളി. ക്യാമറയിൽ എന്തോരം കാണണ്ടെന്ന് അറിയില്ല. ആൾക്കാരിങ്ങനെ വ്യൂ കാണാൻ ഇറങ്ങിക്ക. കണ്ടാ ഫുള്ള്. ഇതിപ്പോൾ കാറിന്റെ ഉള്ളിൽ ഇങ്ങനെ എടുക്കട്ടോ. ഭയങ്കര രസമുണ്ട്. എന്താണ് ഏട്ടാ ഫോഗുള്ളപ്പോഴേ എന്താ പറയാ, പാസഞ്ചർ ആയിട്ടുള്ള അപ്പുറത്തിരിക്കുന്ന ആള് ക്യാമറയും പിടിച്ചിരുന്നു കഴിഞ്ഞാൽ വഴിയിലുള്ള കാണാൻ പറ്റും. നമുക്ക് കാണൂല, കാണില്ല വണ്ടികൾ വരുന്നത്. പക്ഷെ ക്യാമറയില് കറക്റ്റ്. ക്യാമറയില് കോട കുറവ് തന്നെ. നേരിട്ട് കാണുമ്പോ വഴിയിൽ എന്താ ഉള്ളതെന്ന് കാണില്ല. ഓ സൂപ്പർ. ഇങ്ങനെ പുറത്തിട്ടിരിക്കാൻ നല്ല സുഖം. ഫ്രീസറിലെ വണ്ടി നല്ല തണുപ്പ്. അതെ. ഇതിപ്പോ കാണുമ്പോണ്ടല്ലോ ശരിക്കും ഈ സൈൻ ബോർഡൊക്കെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോ ഒന്നും വായിക്കാൻ പറ്റുന്നില്ല. ക്യാമറ കൂടെ വായിക്കാൻ പറ്റുള്ളൂ. നമ്മള് സ്റ്റേ ചെയ്യാൻ പോണ സ്ഥലം കേട്ടോ നിങ്ങൾ കാണുന്നത്. എന്റെ മുതലായി. ഇപ്പൊ നോക്കുമ്പോ ഓൾറെഡി വീഡിയോയില് തന്നെ ഫോഗ് കാണുന്നുണ്ട്. ഇതിന്റെ ഡബിൾ ആയിട്ട് ഞങ്ങക്ക് ഒന്നും കാണില്ല. ഒന്നും കാണില്ല റോട്ടില്. സ്ലോയില് നോക്കിയാ ഇറക്കുണ്ട്. ഈ മൊബൈലില് പിന്നെയും കാണും. പക്ഷെ എന്റെ മോനെ ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നല്ലേ, കണ്ണില് കാണില്ല. മോനെ വന്ന ദിവസം എന്തായാലും മുതലായി. ഊട്ടിയിലെ മഞ്ഞും കോടയും കാണാനായിട്ട് യഥാർത്ഥമായിട്ട് ഇവിടെ ആള് മോടിപ്പൊതിച്ചതായി അവസ്ഥ. ജാക്കറ്റ് കാറി നടക്കുക. ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇവിടൊക്കെ കയറി തുടങ്ങിയതോടുകൂടിയാണ് ഭയങ്കരമായിട്ട് കൂടിയത്.
ഇവിടെ ഇറക്കൊണ്ടിട്ടേടാ അടിപൊളി. നമുക്ക് ഈ ഇവിടെ തന്നെ നടക്കാനും പിടിക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടെന്നാണ് നമ്മൾ കണ്ടത്. നോക്കാം. ഈ വെള്ളത്തിൽ നീ ഈ തണുപ്പത്ത് നീ പൂളിൽ ഇറങ്ങോ? ഒരു രക്ഷയിലാണോ? അടിപൊളി കോട ഉണ്ടോ? അടിപൊളി. ബാക്കി വ്യൂ ഒക്കെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ജസ്റ്റ് എത്തിയിട്ടല്ലേ ഉള്ളൂ. അതെ, നമ്മുടെ ഊട്ടിയില് 3rd or 4th ടൈം വരുന്നത്. പക്ഷെ ഇത്രയും ആ ഫോഗി അതെ. അത് ഇവിടെ പുറത്തേക്ക് ഫുൾ ഫോഗാ. ബാഗ് അങ്ങോട്ട് കാണിച്ചു തരാം. ഇവിടെ ഹോട്ടലൊന്നും നോക്കിയില്ല. ഇവിടെ ചെറിയ കപ്പോട്ടൊക്കെ ഉണ്ട്. അക്വാർഡ് ഹൈലാൻഡ്. ഞാൻ മറന്നുപോയി. ദൊഡ്ഡപേട്ട ആയത് നോക്ക് ബാത്റൂം തന്നെ. കുഴപ്പമില്ല, ചെറുതാണ്. ഇതിന് ഡ്രൈവറൊക്കെ ഉണ്ട്. അധികം റേറ്റും ഇല്ല. ഡിന്നർ എല്ലാം ഉൾപ്പെടെ ചെറിയ പൈസ. ഹോട്ടൽസ് ഇവിടെ നല്ലതൊന്നുമില്ല. സ്പേഷ്യസ് ആണ്. അതല്ല, ഇവിടെ വിൻഡോ തുറന്നിട്ട് കഴിഞ്ഞാല് ഇവിടെ നല്ല കാറ്റ്. 2 സൈഡിലും തുറക്കാൻ പറ്റും. ഇവിടെ നല്ല കാറ്റ് വരും ചെയ്യും. അടിപൊളി. എക്സൈറ്റ്മെന്റ് കൊണ്ട് വേറെ ഒന്നും പറയാൻ തോന്നില്ല. നിങ്ങൾ ആരും ഒന്നും വിചാരിക്കരുത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾക്ക് റൂമിലെ എമിറ്റീസ്. പിന്നെ നല്ല ഡീൽ നമുക്ക് കിട്ടിയത്. നമുക്ക് 12,000 റുപ്പീസിൽ ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉൾപ്പെടെ 2 ദിവസം ഉണ്ട്. 2 ദിവസം ഉണ്ട് നമ്മളിവിടെ അടിച്ചു കളിക്കാം. നല്ല വെതർ, ബെസ്റ്റ് വെതറിലാണ് വന്നത്. സൂപ്പർ വെതറല്ലേ? നമുക്ക് പുറത്ത് പോയി മഞ്ഞില്. അല്ല, ഇവിടെ അവര് ഹൈലൈറ്റ് പറഞ്ഞത് ഈവനിങ്ങില് ടീ ബ്രേക്ക് ഉള്ളത്. അല്ല, അത് ഔട്ട് സൈഡിൽ ഈ വെതർ എൻജോയ് ചെയ്തിട്ട് ഒരു ചായക്കട മാതിരി ഉണ്ടെന്ന്. അത് ഇവരുടെ റിവ്യൂലൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടിരുന്നു. പക്ഷെ ഇന്ന് റെയിനി ടൈം ആയതുകൊണ്ട് നമുക്കത് ഇൻസൈഡാണ്. ഇപ്പൊ നമ്മുടെ ലഗേജ് കൊണ്ടുവന്നുണ്ട് അവിടെ. ഇച്ചുകൂടെ എന്ത് പറയുന്നേ? ഇവിടെ ഇത്ര തണുപ്പുണ്ടായിട്ട് ഒരു ഫാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഈ തണുപ്പ് പോരാത്തവർക്കൊന്നും കൂടി തണുപ്പിക്കാനായിരിക്കും അല്ലേ? AC കാണുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ അവര് ഈ വിൻഡോ തുറന്നിട്ടിട്ട് പുറത്തേക്ക് പോകുമ്പോ മങ്കി വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ചില സമയത്ത് കേട്ടോ. ഇനി ബെഡിന്റെ കംഫി നോക്കൂ. ഇച്ചക്കൂട്ടന്റെ അവകാശമാണത്. ഡബിൾ ബെഡാണ്. കംഫി ഉണ്ടോ പറയൂ ഫസ്റ്റ്. അപ്പൊ ഇനി ബാക്കി നമ്മള് ചായ, അതെ, ബാക്കിയൊക്കെ പുറത്തേക്ക് ഇറങ്ങിട്ട് കാണാം. അപ്പത്തേ ഞങ്ങള് ഈവനിങ് ഹൈ ടീ കുടിച്ചത്. ഹൈ ടീക്ക് കടല ബിസ്ക്കറ്റ്സ് ഒക്കെ ആയിരുന്നു. അപ്പം അത് കുടിച്ചിട്ട് ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാ. അവിടെ ക്യാമ്പ് ഫയറിനുള്ളുണ്ട്. പക്ഷേ മഴ പെയ്യുന്നതുകൊണ്ടാണ് നല്ല പ്ലാനും മാറിയത്. ഇത് അവിടെയൊക്കെ ആയിരുന്നു തോണ്ട് ചായ കുടിക്കാനുള്ള സ്ഥലം. ഫൺ സോണിലേക്ക് പോകണം നമ്മൾ. ഫൺ സോൺ, ഇച്ചുവിന് ഫൺ സോൺ കാണുന്നത് അല്ലേ? തണുപ്പത്ത് ഇങ്ങനെ കടലക്കൊക്കെ എന്താ ടേസ്റ്റ് അല്ലേ? നല്ല മീൻസ് നല്ല രസമുണ്ടല്ലോ ഇതിങ്ങനെ. പിള്ളേർക്ക് ഇങ്ങനെ ഒരു വലിയ സോൺ ഉണ്ടോ. അതിൽ പെയ്ഡും ഉണ്ട്, കുറേ ഇത് ഫ്രീയും ഉണ്ട്. ഇതൊന്നും പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ. അതുണ്ട് അതിൻ്റെ നമ്മുടെ ഹോട്ടലിൻ്റെ ആംബിയൻസ് ആണ് കാണാം. അടിപൊളിയായില്ലേ? ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ കടലൊക്കെ കഴിച്ചിങ്ങനെ നടക്കണം. ഒരു കിടിലെന്ന് പറഞ്ഞാൽ കിടിലൻ അറ്റ്മോസ്ഫിയർ, വെതർ ആണ്. ചുട്ടാ പോയി സൂക്ഷിച്ച് ഇറങ്ങണം കേട്ടോ, ചിലപ്പോൾ സ്ലിപ്പറി ആവും. എന്താ പറയുക, ഈ ഊട്ടിയിൽ വന്നാൽ ഏറ്റവും ഇഷ്ടം ഈ പുല്ലി പോലും ഇങ്ങനെ നിറച്ച് പൂക്കളായിരിക്കും അല്ലേ? എവിടെ നോക്കിയാലും പൂക്കളാ. അങ്ങോട്ട് താഴെ പോകാൻ പറ്റില്ല. ഊട്ടി പോണത് അല്ലല്ല, ഊട്ടി പോവല്ല. പക്ഷെ ഊട്ടി പൂവിന്റെ പോലത്തെ പോവും. ഓക്കെ, പൂ തന്നില്ലാന്ന് വേണ്ടല്ലേ? ഊട്ടിയിൽ വന്നിട്ട് വരയ്ക്ക് പോവും. താങ്ക് യു. കയ്യില്ല, ഒരു കയ്യിൽ കടലയാണ്.
ഈ ചുവടിനോട് തിരിയോ. ആ ഗൈസ്, ഞങ്ങളൊരു കാര്യം പറയാം. എന്റെ ചെവി കാണിച്ചു കൊടുത്തേട്ടാ. എന്താ അതാ എത്ര സ്റ്റഡായി നോക്ക്. യെസ് ഇഷാൻ, യെസ് ഇഷാൻ. നമ്മള് 2 സ്റ്റഡും കൂടി ഞാൻ കുത്തിയിരിക്കുന്നു. ഇനിയും സ്ഥലമുണ്ട്, പക്ഷെ ഞാൻ ഇതിലൊതുക്കി. കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ സ്റ്റഡ്. ഇത് പിന്നെ ട്രെൻഡിങ് ആണല്ലോ, പിന്നെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അത് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതങ്ങനെ ഞാൻ സാധിച്ചിരിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ മെത്തേഡ് ഉണ്ടല്ലോ, എന്താ പറയുക, അങ്ങനെ PSC തന്നെ മാനുവലി ചെയ്യുന്നത് തന്നെ. ആ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്തത് ഞാൻ ഫോട്ടോ കാണിക്കാട്ടോ അവിടെ. അടിപൊളിയായിരുന്നു. കുറച്ചൊക്കെ വേദന സഹിക്കാൻ പറ്റുന്നവർക്ക് മെത്തേഡ് തന്നെയാണ് നല്ലത്. ഇന്നലെ കുത്തിയിട്ടുള്ളൂ. ഇന്നത്തേക്ക് എൻ്റെ ബോഡിയുടെ ആണെന്നല്ല, എനിക്ക് സഹിക്കാൻ പറ്റുന്ന വേദന ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മളിനി കാഴ്ച കണ്ട് നടക്കട്ടെ. അതിന്റെ മോളില് എന്തൊരു റെസ്റ്റോറന്റ് ആണ്. മണാലിയിലൊക്കെ പോകുമ്പോ ഇതിപ്പോ കോട കാരണട്ടാ, അല്ലെങ്കിൽ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് അറ്റത്തേക്ക് കാഴ്ച കാണാം. ഇത് സ്ഥലം ദൊഡ്ഡപേട്ട അക്വാഡ് ഹൈലാൻഡ് എന്നാണ് ഹോട്ടലിന്റെ പേര്. ഹോട്ടലിന്റെ പ്രമോഷൻ ഒന്നല്ല കേട്ടോ, പക്ഷെ നമുക്ക് ഇവിടെ വന്നപ്പോ ആംബിയൻസ് ഭയങ്കര ഇഷ്ടമായി. ശരിക്കും ഇത് പഴയ ഹോട്ടലാന്ന് തോന്നുന്നുണ്ട്. ശരിക്കും നല്ല സ്ഥലമുണ്ട്, വലിയ ഹോട്ടലാണ്. അവര് ഒന്നുകൂടി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്റ്റാറിലോട്ട് അവർക്ക് കയറ്റാൻ പറ്റും. അത് ഊട്ടിയില് പീക്ക് പോയിന്റ് ആയതുകൊണ്ട് തന്നെ കോട വരുമ്പോ അടിപൊളി ആംബിയൻസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചായ കുടിക്കുന്ന സ്ഥലം ഇതാണ്. നമ്മുടെ ചായ കുടിക്കാൻ സാധാരണ ഇവരുടെ തീമിലുള്ളത്, പക്ഷെ ഇപ്പം മഴ പെയ്തപ്പോൾ നമ്മൾ ഉള്ളിന്ന് ചായ കുടിച്ചത്. ഒരു ഭയങ്കര ആംബിയൻസ് ആവില്ല ഇവിടെ ഇന്നലെ ചായ കുടിക്കല്. പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട് ഇവിടെ. ചെറുതായതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അവിടെ സൈഡ് ഉണ്ടോ ഗെയിംസ് ഒക്കെ. ഗെയിംസ് ഉണ്ട് അല്ലേ? സാധാരണ അങ്ങനെ ഹോട്ടൽസ് ഇത്രയും ഉണ്ടാവില്ല. ഇങ്ങനത്തെ ഗെയിംസ് ഒന്നും കൊടുക്കാറില്ല. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ രാവിലെ 7 മണി ആയിട്ടുള്ളൂ. 7 മണിക്ക് എണീച്ചിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ കാണാൻ വിചാരം. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, നല്ല മഴയാണ്. കോടയും മഴയും ഒക്കെ കൂടി ചേർന്നിട്ടുള്ളൊരു അവസ്ഥയാണ്. രാത്രി 11 ഡിഗ്രി ആയിരുന്നു. പക്ഷേ നമുക്ക് റൂം നല്ല മറ്റേ എന്താ പറയുക, ഒട്ടും എയർ കയറാത്ത ഫുൾ ക്ലോസ്ഡ് ആയിട്ടുള്ള റൂം ആയതുകൊണ്ട് ഒട്ടും തന്നെ തണുപ്പ് കയറുന്നില്ല കേട്ടോ. ചൂടെടുക്കേണ്ടി വരും അവസാനം. രാവിലെ നല്ല മഴ. ഇത് നമ്മുടെ റൂമിൻ്റെ വ്യൂ ആണ്. എന്തൊക്കെയോ കിളികളും ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്. അവിടെ രാവിലെ എനിക്ക് ചൂടുവെള്ളം കുടിച്ചിട്ടിരിക്കുക. ഇച്ചുവിന് ചെറുതായിട്ടൊരു മൂക്കടപ്പൊക്കെ ആയി. പിന്നെ മരുന്നെടുത്തിട്ടുണ്ടായിരുന്നു മൂക്ക് ഒഴിക്കുന്നത് പിള്ളേരുടെ. അത് കുടിച്ചിട്ട് ഇച്ചിട്ടില്ല, നല്ല ഉറക്കമാണ്. ആ രാവിലെ വെച്ച് ഭയങ്കര കോടയായിരിക്കും കേട്ടോ. പക്ഷെ മഴയുള്ളതുകൊണ്ട് കോടയ്ക്ക് ഇത്തിരി കുറവുണ്ട്. അതൊന്നും കാണില്ല. ഇവിടെ നോക്കുമ്പോ ഒരു കാട് പോലെ ഉണ്ടല്ലേ അപ്പുറത്ത് ഫുള്ള്. അത് കാരണം മങ്കീസും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് അവിടെ കൂടെ ഒരു വണ്ടിയും ഉണ്ട്, കാണില്ല ശരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ രാവിലത്തെ കാഴ്ച കേട്ടോ. ഹോട്ടലിൻ്റെ ഇവിടെ ഇങ്ങനെ കോട്ടേജുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ കാണാൻ ഇറങ്ങിക്കാം. മഴയാണ്, ഒരു രക്ഷയില്ല. ചായ കുടിക്കാൻ താഴെ ഇറങ്ങിയപ്പോൾ ഇവിടെ നല്ല തിരക്കാണ്, സ്പേസ് ഇല്ല. അപ്പോൾ ഇതൊന്ന് കാണാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയത്. നല്ല രസമുണ്ട്. ഇത് കോട കഴിഞ്ഞിട്ടുള്ള അടിപൊളി കോടയും മഴയായിട്ട് നല്ല രസമുണ്ട്. കോട്ടേജ് നോക്കട്ടെ. അങ്ങോട്ടുണ്ടല്ലോ, അറ്റം വരെ ഉണ്ടല്ലേ, നല്ല രസമായിട്ടുണ്ട്. നമ്മുടെ നെക്സ്റ്റ് ഡേ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ തൊട്ടപ്പേട്ടയിലാണ് നമ്മൾ താമസിക്കുന്നത്. അവിടുന്ന് ഊട്ടി ടൗണിലേക്ക് പോകണം. ഊട്ടി ടൗണിൽ എവിടേക്കാ പോണെന്ന് കിട്ടുന്ന അറിയോ? നമ്മള് ഹോട്ട് ചോക്ലേറ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് മോഡീസ് ചോക്ലേറ്റിലേക്ക് ഷോപ്പിലേക്കാണ് പോകണത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റ്
മസ്റ്റ് ട്രൈ ആയിട്ട് എല്ലാവരും പറയണതും എല്ലാവരും പോയി ചെയ്യുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആണ്. അപ്പൊ നമുക്ക് അവിടേക്ക് പോവാം. പോണ വഴി എന്ന് പറഞ്ഞാൽ അടിപൊളി വഴി നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഉണ്ടോ, നമ്മളങ്ങനെ ഇറങ്ങി പോകുമ്പോ ഇതുപോലെ തേയിലത്തോട്ടങ്ങളും യൂക്കാലി മരങ്ങളൊക്കെ ആയിട്ട് അടിപൊളി ഒരു വഴിയായിരുന്നു കേട്ടത്. ഇന്നലെ രാത്രിയിലൊക്കെ ആയപ്പോ ഞങ്ങള് ജസ്റ്റ് ഒരു നൈറ്റ് ഡ്രൈവിംഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ നിർത്തില്ല, കാണാൻ പറ്റില്ല. അടിപൊളിയായിരുന്നു. കോട കൊണ്ട് ഒരു സാധനതൊക്കെ കാണില്ലായിരുന്നു. ഇതായത് ഇങ്ങനത്തെ കുറെ ചെറിയ 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 ടീ ഷോപ്പ്, ചോക്ലേറ്റ് സോമേഡ്. നമ്മള് വന്നത് ഈ വഴിക്കല്ല അല്ലെ, അപ്പുറത്തേക്കല്ലേ പോയത് രാത്രിയില്. നമ്മള് ഊട്ടിയിലേക്കാണ് ഇറങ്ങണത്. ഇവിടെ ഉണ്ട്. നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ ഉള്ളു ടൗണിലോട്ട്. 4-5 കിലോമീറ്റർ അല്ലേ മാക്സിമം. എന്താ അവിടെ വ്യൂ പോയിന്റ്. ടീന്റെ അടുത്ത് ഫോട്ടോ എടുക്കാനായിട്ട്. ഇത് ഇവിടുത്തെ ഒരു എന്താ പറയാ ടീ മ്യൂസിയം കേട്ടോ. നമ്മളിതിന് മുന്നേ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പൊ കയറുന്നില്ല. ഇപ്പൊ ഓരോ പ്രാവശ്യം വരുമ്പോ ഓരോ ഷോപ്പില് പോവല്ലോ, ഓരോ ഡെസ്റ്റിനേഷനുകളുണ്ടല്ലോ ഇവിടെ. എവിടെ പോയാലും ഇല്ലെങ്കിലും ഊട്ടിയിൽ വന്ന ആ വെതർ നമ്മള് നല്ലൊരു ഹോട്ടൽ എടുത്തിട്ട് അവിടെ സ്റ്റേ ചെയ്താൽ തന്നെ അടിപൊളിയാണ്. ഇവിടേക്ക് നോക്കി ഊട്ടിയുടെ മറ്റൊരു കാഴ്ചകൾ. മഴയുണ്ട് കേട്ടോ, അതിനെ ഗ്ലാസ്സിലൊക്കെ വെള്ളം. അവിടെ എന്തോ കോളിഫ്ലവറോ ക്യാബേജോ കൃഷി എന്തുകൊണ്ട് കാണുന്നുണ്ടോന്നറിയില്ല. കളറില് കവറിട്ട് കെട്ടി വെച്ചിട്ടുണ്ടേന്. ഇവിടേക്ക് ഉണ്ടിട്ട് എന്തൊക്കെയാ കൃഷികള്. ക്യാബേജോ കോളിഫ്ലവർ ക്യാബേജോ അങ്ങോട്ടേ ചുട്ടിന് കടിച്ചു കഴിക്കാനായിട്ട്. ഊട്ടിയില് പൊട്ടറ്റോ മസ്റ്റ് ബൈ ആയിട്ട് വാങ്ങേണ്ട സാധനമാണ്. മറ്റേ ക്യാരറ്റ് എനിക്ക് പേഴ്സണലി ഊട്ടി ക്യാരറ്റിന് വലിയ താല്പര്യമില്ല. മധുരമില്ല, ടേസ്റ്റ് ഇല്ല, ഒരു വെള്ളച്ചോര തോന്നും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കർണാടകയില് കഴിക്കുന്ന ക്യാരറ്റിന്റെ അവിടെ കൃഷി ചെയ്ത് കിട്ടുന്ന ക്യാരറ്റ് ഉണ്ട്, അതൊരു പ്രത്യേക ടേസ്റ്റാ. അത് വെച്ച് നോക്കുമ്പോ ഊട്ടി ക്യാരറ്റ് ഒരു വാട്ടർ നിറഞ്ഞ ടൈപ്പ് ടേസ്റ്റ് ആണ്. പക്ഷെ ഇവിടുത്തെ ബീട്രൂട്ട് അടിപൊളിയാണ്. കുക്കുംബർ എന്റെ അമ്മോ അടിപൊളി, എന്ത് ഫ്രഷ് ആണ്. ഹോട്ടലിൽ നമുക്ക് ഡിന്നറിന് അവിടെ സാലഡ്സ് വെക്കുമല്ലോ, ഗ്രീൻ സാലഡ്സിൽ കുക്കുംബർ അടിപൊളി. നല്ല വെള്ളം തെറിക്കുന്നു നമ്മളൊരു ബൈറ്റടിക്കുമ്പോഴേക്കും. അതും ഇങ്ങനെ ക്രിസ്പി ആയിട്ടിരിക്കുന്ന കുക്കുംബർ. അപ്പൊ അതൊക്കെ ഇവിടുന്ന് പോകുമ്പോൾ വാങ്ങിയിട്ട് പോകണമെന്നുണ്ട്. അതൊക്കെ എവിടെയൊക്കെ കിട്ടണമെന്ന് അറിയില്ല. ഇവിടുത്തെ ഏത് വെജിറ്റബിൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയാലോ അതൊക്കെ തന്നെ ആയിരിക്കും. എന്നാലും നമുക്കിങ്ങനെ വർത്തമാനം പറഞ്ഞു പോകുമ്പോ ഈ വഴിയിലെ കാഴ്ചകളും ഇതൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ അതെന്നെ പറഞ്ഞു തരുന്നില്ല. അതിനാ പച്ചക്കറി ഷോപ്പ് വേണ്ട, ബീറ്റ്റൂട്ട്സ് ഇരിക്കുന്നുണ്ട്, ക്യാരറ്റ്, കോളിഫ്ലവർ, സകല സാധനങ്ങളുണ്ട്. ഇവിടെ നിന്ന് പറിച്ചിട്ട് താഴെ ഉണ്ട്. ഇവിടെ ഈ ഗ്ലാസ് ഒന്ന് താത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താഴെ ഫുള്ള് ഇവിടെ ഫുള്ള് ഇങ്ങനെ കൃഷി സ്ഥലമാണ്, വീടും കൃഷി സ്ഥലങ്ങളും. ഭയങ്കര അടിപൊളിയാട്ടോ. എത്തിയത് മോഡിസ് ചോക്ലേറ്റില് ഹോട്ട് ചോക്ലേറ്റ് കഴിക്കാ. പാർക്കിംഗ് ഇല്ല, അപ്പൊ ഏട്ടൻ കാറ് പാർക്ക് ചെയ്യാൻ പോയിക്കാണ്. നമ്മളിവിടെ മോഡിസ് ചോക്ലേറ്റ് വന്നിക്കാണ്. 3 ടൈപ്പ് ഫ്ലേവർ ഉണ്ട് കേട്ടോ. ഹേസൽനട്ട്, ക്ലാസിക് ഹേസൽനട്ട് ട്രൈ ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം. നോക്കാം. ഇഷ്ടംപോലെ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് എല്ലാം ഉണ്ട് കേട്ടോ അവിടെ. ചേട്ടാ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ഉണ്ടോ? ഇത്ര ഫ്ലേവേഴ്സാ, കുറേ ഉണ്ട്. അതുകൂടാണ്ട് സ്നാക്സുകളും ഉണ്ട് കേട്ടോ അവിടെ. നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ചോക്ലേറ്റ് ഇത് കഴിച്ചോക്ക്. നിലത്ത് വേണ്ട, ചൂടണ്ട. എങ്ങനെ സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ് ഇവിടുത്തെ ഒരു മെയിൻ ഐറ്റംസിലൊന്നാണ്. ഹേസൽനട്ട് ചോക്ലേറ്റ്.
ക്ലാസിക് ആൻറ്റി ചൂടാ കഴിച്ചു നോക്കിയാ കഴിച്ചോ നല്ല തിക്കുണ്ട് അല്ലേ സാധാരണ ഹോട്ട് ചോക്ലേറ്റിന് ഇത്ര തിക്കുണ്ടാവില്ല നല്ല തിക്കുണ്ട് ചോക്ലേറ്റും സ്ട്രോബെറിയും എൻ്റെ മുഖം വായിൽ വെള്ളം വരുന്നുണ്ട് പുളിയും മധുരം എല്ലാം കൂടി ആയിട്ട് എനിക്ക് മറ്റേ ഹോട്ട് ചോക്ലേറ്റിനകത്ത് ഇഷ്ടമായത് ഇതാണ് ഇതിന് പക്ക നല്ല ചോക്ലേറ്റ് ടേസ്റ്റ് ഉണ്ട് സ്ട്രോബെറിയുടെ ആ പുളിയും കൂടി വരുമ്പോൾ അടിപൊളി കുട്ടികളുടെ സ്വഭാവം ഇതുണ്ട് എപ്പോൾ തീർന്നു ചോദിച്ചാൽ മതി അല്ലേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ വരുന്ന ഒരു മസ്റ്റ് ട്രൈ സ്ട്രോബെറി ചോക്ലേറ്റാ രക്ഷയില്ല ഭയങ്കര ടേസ്റ്റിയാ അടിപൊളി ഇനിയിപ്പോ വീണ്ടും വാങ്ങാൻ നോക്കും നമ്മളിതേ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളിൽ കയറിയപ്പോ നല്ലൊരു മഴയാണ് 5 മിനിറ്റ് നിന്നപ്പോ അതൊന്ന് പോയിട്ടുണ്ട് എന്നാലും പൊടിച്ചിലുണ്ട് കേട്ടോ അവിടെ അപ്പൊ പട്ടണത്തോളം ഒന്ന് നടന്ന് കാണാം എന്നുള്ളൊരു രസം ഇവിടെ പ്രത്യേക ഭംഗിയല്ലേ അല്ലേ നമ്മള് ബൊട്ടാണിക്കൽ ഗാർഡനിൽ കയറുമ്പോ തന്നെ ഇവിടെ നമ്മളുടെ ബ്രിട്ടീഷ് സ്റ്റൈലില് വീടിന്റെ മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഭയങ്കര രസമുണ്ട് ഇത് കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ നമ്മളിങ്ങനെ കണ്ടു നടക്കാന് നമ്മളെ എൻട്രി ചെയ്തപ്പോ തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഭയങ്കര രസമുണ്ട് ശരിക്കും നാച്ചുറൽ ഫ്ലവേഴ്സ് എത്ര കളർ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം അല്ലേ മനസ്സിനെ കണ്ണിന് നല്ല കുളിർമയുള്ള കാഴ്ച ഇത് വൈറ്റും പിങ്കും ഇവിടെ വരുമ്പോ പർപ്പിളും പിങ്ക് അവിടെ പോയപ്പോ അത് പർപ്പിള് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം എന്താണ് ഇതിനൊക്കെ പേര് ഇതിനൊക്കെ തയ്യോടെ കിട്ടുമോ ഞാനിപ്പോ അതാണ് ആലോചിക്കുന്നത് ഗ്ലാസ് ഹൗസിന്റെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബൊട്ടാണിക്കൽ ഗാർഡൻ അല്ലെങ്കിൽ ഇങ്ങനെ കാറ്റസിന്റെ മാത്രം സെക്ഷനോ കണ്ടിട്ട് കൊതിയാവുന്നത് ഉണ്ടോ ഞങ്ങള് ഇവിടെ മൂന്നാറില് പോകുമ്പോ എനിക്ക് ഇത് പ്ലാന്റ് ഒരു ഹോട്ടൽ അവർ തന്നതാ പക്ഷെ ഞാൻ മറന്നു വെച്ച് പോയി എവിടെയോ ഇതൊക്കെ അതല്ലേ അതവിടെ പോയാൽ കിട്ടുമല്ലോ അവര് കണ്ടിട്ടില്ല വലുതാണ് അതിന്റെ വാല് നോക്കിയ എന്ത് വലിയ വാല പെട്ടെന്ന് കാണൂലേ അതെനങ്ങാണ്ടിരിക്കണം ഇങ്ങോട്ട് നോക്കിക്കാ ചേർന്ന് ഇതാ പോണു ഈ മരം നോക്കിയേ എത്ര ബ്രാഞ്ചസ് ആണ് അതിന് അവിടെ ഒരാളെ കാണിച്ചിട്ടേ മലയണ്ണാൻ അത് അപ്സൈഡ് ഡൗൺ ആയിട്ട് നിൽക്കണ നോക്കിയേ സ്ക്വിറൽ ബിഗ് ലാൻഡ് എന്ത് വലിയ ടൈല അല്ലേ ഒച്ചുണ്ടാക്കി നോക്കിയേ എവിടെ അതിനൊരു മൈൻഡൂല അല്ലേ നോക്കണ്ട നോക്കി ചെന്നെ നോക്കണ്ട നോക്കി ഇങ്ങോട്ട് നോക്കണ്ടടാ ഇങ്ങോട്ട് നോക്കണത് കാണുന്നില്ല നീ ക്യാമറയിൽ ഡാഡിക്ക് കറക്റ്റ് കാണാനാ അതെന്താ ഇന്ത്യയുടെ മാപ്പ് വെച്ചേക്കുന്നല്ലേ വലിയൊരു മരം അല്ലേ മരമുത്തശ്ശി നിന്നിട്ട് മഴയും കൊള്ളണില്ല ഒന്നുമില്ല മഴ പെയ്യുന്ന നല്ലോണം മഴ കൊള്ളണില്ല ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് നല്ലൊരു ഫോട്ടോജനിക് ആയിട്ടുള്ള ഒരു മരമുത്തശ്ശിയായിട്ടത് ഞങ്ങൾ കുറേ ഫോട്ടോസ് റിയലിന് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റമാരിയൊക്കെ ഫോളോ ചെയ്തോളൂ കേട്ടോ ഞാൻ എപ്പോഴും പറഞ്ഞ ആരും ഫോളോ ചെയ്യാറില്ല ഹാപ്പി ലൈഫ് സ്റ്റൈൽ ബൈ ശ്രീ തന്നെ അടിച്ചാൽ മതി എത്ര ഉണ്ട് അതിന്റെ വലിപ്പം കാണിച്ചത് കൈ കൊണ്ടൊന്ന് വട്ടം പിടിച്ച് നോക്കിയേ ഇല്ല എനിക്ക്
അതാ അത് എനിക്കൊരു 6-7 പേര് വട്ടം പിടിക്കണം. നല്ല രസമുണ്ട്. അടിപൊളി ഫോട്ടോ എടുക്കാൻ പറ്റിയ മരമായിരുന്നു. അതെ ഷോ ചെയ്യും. ആഴ്ച കയറാൻ പോണ്. എത്തില്ല. ആ ഇച്ചും കൊറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇച്ചും കൊറേ ഫോട്ടോ എടുത്തു അല്ലേ? നല്ല പോലെ മഴ പെയ്യണ ഞങ്ങൾ ഈ മരമുത്തശ്ശിൻ്റെ അടുത്ത് തന്നെ നിൽക്കട്ടെ. അത് അവിടെ നിന്ന് കോട ഇറങ്ങണോക്കെ. സമയം ഇപ്പോൾ 3:38 ഉണ്ട്. മഴ മരം പോയില്ല. അതെ, മറ പോണില്ലാന്ന്. എവിടേക്ക് മറ പോവാതെ? ഡാഡി മറ പോണില്ലാന്ന്. ഞങ്ങൾക്ക് ആ കിട്ടൂല അതിന്റെ. ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഇരിക്കുമ്പോ ഇച്ചതിനെ കൊണ്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ പറയിപ്പിക്കും. നല്ല രസമാണ് കേൾക്കാനായിട്ട്. പഴന്ന് പറഞ്ഞേ. മരിയാക്കാം. ഒന്നുകൂടി സാധാ പണ്ട് പറമായിരുന്നു പറയുന്നത്. അത് പറയും. ഷാണ് കിട്ടത്ത്. അതേ നല്ല മഴ. അതേ വെള്ളം പോണുണ്ട. നല്ല ഇതിലൊഴുകി പോണ്ട്. ഞാലിപ്പോ ഇവിടെ തന്നെ നിക്ക. കോട വരണുള്ളൂ കയ്യില്. നനയാൻ വയ്യ. വീണ്ടും മഴയൊക്കെ നനഞ്ഞ ഞങ്ങൾ തിരിച്ച് ഇവിടെ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിക്കാൻ ഇവിടെ കയറി. ഇതാണ് നമ്മുടെ ഇപ്പം ലഞ്ച്. ഇത് നമ്മുടെ ബൊട്ടാനിക്കൽ ഗാർഡനിന്റെ തൊട്ടടുത്ത് തന്നെ. അപ്പൊ അവിടെ തന്നെ കഴിച്ചിട്ട് ഇനി പോവാന്ന് വെച്ചു അല്ലേ ചൂടാ? വിശന്നിട്ട് വയ്യ അല്ലേ? തൊട്ടപ്പോട്ടെ പോണ വഴിയിൽ ഊട്ടിയിലേക്കുള്ള കാഴ്ച. ഊട്ടി സിറ്റിന് താഴെ കണ്ട മോളിക്ക് ഫുൾ കോടയുണ്ട്. നമുക്ക് കയറി പോണം. നല്ല കയറി പോണം. അവിടേക്ക് എത്തുമ്പോൾ നല്ല കോടയാണ്. എവിടെയൊക്കെ നിറച്ച് സാധനങ്ങളുണ്ടോ? ഇന്ന് എന്താ സ്പെഷ്യൽ എടുത്ത് മുരിങ്ങ സൂപ്പോ? മുരിങ്ങ സൂപ്പുണ്ട്, ചിക്കൻ സൂപ്പുണ്ട്, മട്ടൻ ഗോഷ, റോഗൻ ഗോഷ്. അയ്യോ നല്ല തപ്പ്. നമ്മള് ഡിന്നർ കഴിച്ചിട്ടൊന്ന് ചിക്കോട്ടേക്ക് തണുപ്പ് ഫീൽ ചെയ്തിട്ട് ആകെ മൂടിക്കെട്ട് കിടക്കുക. എത്ര ഡ്രസ് ഇട്ടുണ്ട് ചിക്കോട്ട? 5 ഡ്രസ്. 5 ഒന്നുമില്ല കേട്ടോ. മറ്റേ തെർമലും ഇതൊക്കെ ഇട്ടുണ്ട്. ചെറിയൊരു കോളിലൂടെ ചോലുണ്ട് ചിക്കന്. 3 ഇവിടെ 2 ഇവിടെ. ഫുഡൊക്കെ കഴിച്ചിട്ടൊന്നും ജസ്റ്റ് ഒന്നും അറിയണ്ട. കാരണം ഇന്നും കൂടി ഉള്ളൂടെ. നാളെ വെക്കേറ്റ് ചെയ്യും. അപ്പം അതിനു മുമ്പ് ആ തണുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. നല്ല തണുപ്പുണ്ട്. ജാക്കറ്റ് ഇടാണ്ട് ഇറങ്ങി. ഏട്ടൻ ജാക്കറ്റ് ഇട്ടില്ല. അപ്പോൾ ചെവി കവറാവത്തുകൊണ്ട് അവിടെ തന്നെ നിൽക്കുക. അവിടെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ ഇതിനെ പുറത്തേക്ക് ഇറങ്ങിയല്ലോ അല്ലേ? ഉച്ചക്കൂട്ടിന് പുറത്തിറങ്ങി നോക്കി. ഊട്ടി ഇഷ്ടായോ? എനിക്ക് ഇത് പറ. ഊട്ടി വന്നിട്ട് ഇഷ്ടായോ? എന്താ ഇഷ്ടായത്? ഈ നല്ല കോൾഡ്, നല്ല ബ്രീത്ത് ചെയ്യുമ്പോ ഡസ്റ്റ് ഇല്ല, നല്ല ഓക്സിജൻ ഉള്ള കോൾഡായിട്ട് എനിക്ക് ഇഷ്ടമായത്. ഡസ്റ്റ് ഇല്ല, നല്ല ഫ്രഷ് എയർ. ഹോട്ടലിലെ അവിടെ ബാത്റൂമില് ജക്കൂസിയുടെ ഫുൾ സെറ്റ് ഉള്ള ഇതാണ്. അതാണ് അവൻ പറയണത്. അപ്പൊ നമുക്ക് ഒരു നല്ലൊരു അടിപൊളി ബാത്തിങ് എഫക്റ്റ് കിട്ടും. അപ്പൊ നമ്മളിനി റൂമിലേക്ക് പോട്ടെ. ഇച്ചുന അധികം തണുപ്പ് പഠിപ്പിച്ച് ശരിയാവില്ല. കോൾഡ് വന്നു കഴിഞ്ഞാൽ തിരിച്ചു കൂടെ കിടപ്പിലാവും. പച്ചക്കറി വാങ്ങാൻ പോവാ. ഫ്രഷ് ക്യാരറ്റ് ഇത് പറിച്ച് വെച്ച് ചെളിയ പോലെയുള്ള ക്യാരറ്റ്. ക്യാരറ്റ് ഇതാണ്. ഏതാണ് ക്യാരറ്റ് ട്രീ? ക്യാരറ്റ് എന്താ ചൂടേക്ക് വേണ്ടത്? വാ, ഇവിടെ ഇങ്ങനെ ഫ്രഷ് ഐറ്റംസ്. ഓക്കെ, സുക്കിനി, ബ്രോക്കോളിയൊക്കെ നല്ല ഫ്രഷ് ആയിട്ടോ. സുക്കിനിക്ക് 50 റുപ്പീസ് ഉള്ളൂ. ബ്രോക്കോളി 120 ഉള്ളൂ. പിന്നെ നല്ല ഫ്രഷ് ബീറ്റ്റൂട്ട് ഉണ്ട്. അതിന് 50 റുപ്പീസ്. ആ ക്യാരറ്റ് എടുത്ത മോൻ പോയി ഉച്ചക്കൂട്ടം ക്യാരറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ക്യാരറ്റിൻ്റെ കുറവുണ്ട്. അവരെ ഒരു കവറിലെടുത്ത് ഇങ്ങനെ ചാക്കിലെടുത്ത് വരുന്നുണ്ട്. പവർ സ്റ്റേഷനാണിത്.
ഓ ആ വെള്ളച്ചാട്ടം അതിങ്ങനെ അവിടെ ഉള്ളതാട്ടാ ഹോള്. ചിലപ്പോ അതായിരിക്കും ഹൈഡ്രോ ഹൈഡ്രോ ഇതിൽക്കിടെ അയ്യോ നോക്കി ബസ് ബസ് ചെറിയ ഡാമാ അല്ലേ, അങ്ങനെ വലുതൊന്നുമല്ല. സ്മോൾ ഡാമാണ് തമിഴ്നാട് ഡാം. ഡാം കണ്ടിട്ട് ഡാമിന് വെള്ളം വീണ ചില സ്ഥലങ്ങളായി. കൊറേ കുരങ്ങന്മാരുണ്ട് കേട്ടാ, ഓടി വരുന്ന അതിനെ കണ്ടിട്ടാന്ന് കൊണ്ടിട്ടാ. ഊട്ടിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിതാ തിരിച്ച് നമ്മുടെ ബാംഗ്ലൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏത് വഴിക്കാ പോണെന്നറിയോ? കൂടല്ലൂർ ബന്ദിപ്പൂർ വഴിയാണ് പോണത്. കാട്ടിന്റെ ഉള്ളിൽ കൂടെയുള്ള കാഴ്ചകളാണ് കാണുന്നത്. അപ്പൊ നമുക്ക് ഫോറസ്റ്റിൽ നിർത്താൻ പാടില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ കാട്ടിലെ കാഴ്ചകളും കൂടി വീഡിയോയിൽ ഇങ്ങനെ കണ്ടു കണ്ട് പോവാം. ഇപ്പൊ ഉച്ചയായ സമയം, രാത്രി നമ്മളേക്ക് തിരിച്ചെത്തി വരും. ഇപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മള് അങ്ങനെ എല്ലാ കുറെ സ്ഥലങ്ങളിലും പോയില്ല, 2 സ്ഥലങ്ങളിൽ പോയി. പിന്നെ മെയിനായിട്ട് ഭയങ്കര മഴയായിരുന്നു ഊട്ടിയില്, നിങ്ങൾ കണ്ടല്ലോ വീഡിയോയിലൊക്കെ. അപ്പൊ നമുക്ക് അങ്ങനെ അധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഓരോ പ്രാവശ്യം പോകുമ്പോൾ നമുക്ക് ഊട്ടിയിൽ പോകാനായിട്ട് ഒരു റീസൺ കൂടെയുള്ള പല പല സ്ഥലങ്ങളുള്ള. ഇതിനു മുമ്പ് പലപ്പോഴും പല സ്ഥലത്ത് പോയിട്ടുണ്ട്, അപ്പോഴും ഇതുപോലെ കുറെ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇനിയും പോകുമ്പോൾ ഇനിയും കാണാൻ ബാക്കിയൊക്കെ വേണ്ട. അപ്പൊ നമ്മള് 2 ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞതായി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയിട്ടിവിടെ ഉണ്ട് കാട് എൻജോയ് ചെയ്ത് ഇങ്ങനെ ഓടിക്കാനായിട്ട്. അപ്പൊ ഏട്ടൻ്റെ മനസ്സിൽ ഭയങ്കര ആഗ്രഹം ഊട്ടിയിൽ നിന്ന് മസനഗുഡി വഴി, നമ്മുടെ മസനഗുഡി വഴി പോടുന്നതായിരുന്നു. പക്ഷേ അതിലെ വഴി എന്തോ ബ്ലോക്ക് കേറി വരുന്നവരെ വിടുന്നുണ്ടെന്ന് പറഞ്ഞു. ഊട്ടിന്ന് പോകുമ്പോ കൂടുതലൊരു വഴിയാ. ഊട്ടിക്ക് വരുന്നവർക്ക് അതിലേ വരാം, പക്ഷെ നമുക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അതിൽ കയറ്റി വരുന്നില്ല. കുറച്ച് മങ്കീസിന്റെ നമുക്ക് മാന കണ്ടില്ലേ നമ്മള്, നിറച്ച് അതാണ് നമ്മളൊരു പ്രതീക്ഷ, ആന കാണാൻ പറ്റുമോ എന്നുള്ളത്. നല്ല ഫ്രഷ് എയർ, പിന്നെ അങ്ങനെ ജീവികളുടെ സൗണ്ട് ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ കാണാൻ കാഴ്ച കേട്ടോ നമ്മള്. അപ്പോൾ നമ്മുടെ ഊട്ടി വ്ലോഗ് തൽക്കാലം നിർത്താണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു വ്ലോഗ്, ഇങ്ങനെ ഒരു ചെറിയൊരു സ്റ്റേക്കേഷൻ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ. ഇവിടെ ഒരു കൂട്ടം ഡിയേഴ്സ്. അടിപൊളി അടിപൊളി. ഇത്ര ഈ വഴിക്ക് വരുമ്പോ ഇങ്ങനെയൊക്കെ കുറേ കാഴ്ചകൾ കാണാം. ഫുൾ ഡിയർ അടിപൊളി. എന്തായാലും ഇതിലെ വന്നത് നഷ്ടമായില്ല, അടിപൊളിയുണ്ട്. എന്താ എൻ്റെ ബാക്കിൽ ഫുള്ള് എത്ര ദൂരത്തേക്ക് വരെയാണോ, ഇത് എത്രാമത്തെ കൂട്ടത്തിനെ കാണുന്നറിയാം, അത്രയധികം കാണുന്നുണ്ട്. ഇതൊക്കെ കർണാടകയായി. വെൽക്കം ടു കർണാടക സ്റ്റേറ്റ്. കുറച്ച് മങ്കീസ് ഇരിക്കുന്നു. ചേച്ചു പോണ്ട കളിക്കാൻ, ചോയ് കഴിയുമ്പോണ്ടാ കുറച്ച് മങ്കീസ് വെൽക്കം ചെയ്യുമ്പോ കർണാടക ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. കർണാടകയിൽ ഈ കാടിനെ ബന്ദിപ്പൂർ എന്ന് പറയും, തമിഴ്നാട്ടില് മുതുമല. അപ്പൊ കേരളയിൽ എന്താ പറയാ? കേരള എന്താ പറയാ? ഒത്തങ്ങ. ഒത്തങ്ങ.
എനിക്കറിയാം